ഹലോ, എല്ലാവർക്കും റംസാൻ മുബാറക്. അങ്ങനെ ഒരു നോമ്പ് കഴിഞ്ഞല്ലോ അല്ലേ, അൽഹംദുലില്ലാ. അപ്പോൾ ഇന്നലെ ഉണ്ടാക്കിയ ഐറ്റംസുകളാണ് കേട്ടോ. ബീഫാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ബീഫ് നന്നായിട്ട് കഴുകിയിട്ട് ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതാ സവാള, തക്കാളി അതും കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പൊടി ഐറ്റംസുകൾ ഉണ്ടല്ലോ, അതും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ഗരം മസാലപ്പൊടി, വേപ്പിൻ്റെ ഇല, അതൊക്കെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടൊന്ന് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ പണ്ട് ഉമ്മാരൊക്കെ ഉണ്ടാക്കൂലേ വഴറ്റാണ്ട്, അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ബീഫ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുക്കറിൽ ഉണ്ടാക്കാറില്ല, പൊതുവേ അടുപ്പിലാണ് കേട്ടോ ഉണ്ടാക്കാറ്. അങ്ങനെ അത് അടുപ്പത്ത് വെക്കാൻ വേണ്ടിയിട്ട് ചട്ടിയിലേക്ക് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ അടുപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പൊട്ടി പോയിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ബീഫ് കിട്ടി കഴിഞ്ഞാൽ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് തന്നെ ഉണ്ടാക്കാറുള്ളത്. അങ്ങനെ അതാ ബീഫ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതവിടെ കിടന്നിട്ട് വേവട്ടെ. പിന്നെ ഇതാ പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് പൊടി വാട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ കുഴച്ചിട്ട് ഇതാ ഉണ്ടാക്കിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പരത്തലാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ പത്തിരി ചുടാനൊക്കെ നിന്നിട്ടുണ്ടായിരുന്നേ. പത്തിരി ചുടൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ തന്നെ പകുതി പണി കഴിഞ്ഞ പോലെയാണ്. അപ്പോൾ ആ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഫസ്റ്റിൽ തന്നെ ചെയ്ത് വെക്കും. അങ്ങനെ ഇതാ പത്തിരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ സ്നാക്സിനായിട്ട് ഉണ്ടാക്കുന്നത് പഴംപൊരിയും കട്ട്ലേറ്റാണ്. ഇഷ്യൂവിന് നോമ്പുണ്ട്. ഇഷ്യൂ നോമ്പ് വിടാറില്ല. അപ്പോൾ അവനക്ക് ഇഷ്ടമുള്ള എന്താ വെച്ചാൽ അതിനനുസരിച്ചിട്ടാണ് ഉണ്ടാക്കാറ്. അങ്ങനെ അതാ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ അതാ കട്ട്ലേറ്റ് പൊരിക്കലാണ് കേട്ടോ. ആദ്യം തന്നെ പഴംപൊരിയാണ് പൊരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതൊക്കെ പൊരിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കട്ട്ലേറ്റും കൂടിയിട്ടുള്ളത് പൊരിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ അതാ രണ്ടും സ്നാക്സിനായിട്ടുള്ളതൊക്കെ രണ്ടും റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് ജ്യൂസ് അടിക്കാൻ നിന്നിട്ടുണ്ടായിരുന്നേ. ഇളനീർ ഷേക്കാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പൈനാപ്പിളും കൂടിയിട്ട് അടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതാ അതൊക്കെ റെഡി ആയിട്ട് പിന്നെ ഇതാ നമ്മുടെ ബീഫ് ഈ ലെവലിലേക്ക് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലോണം വരട്ടിയ പോലെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫ്രൂട്ട്സ് ആയിട്ട് ഉണ്ടായിരുന്നത് ചക്കരമത്തയായിരുന്നു. കൂടുതലായിട്ട് അതാണ് ഇവിടെ കഴിക്കാറ്. അങ്ങനെ നമ്മളെല്ലാം നോമ്പറക്കെല്ലാം റെഡി ആയിട്ടുണ്ട്. അൽഹംദുലില്ലാ. അങ്ങനെ നോമ്പൊക്കെ ആയിരുന്നു എല്ലാവരും